ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെവിടേക്ക് പോകുന്നല്ലേ? ഇത് ഞങ്ങളവിടെ അടുത്തുള്ള ഒരു അമ്പലമാണ്. കൊയിലാണ്ടി ഊരള്ളൂർ പൂട്ടേരി ശ്രീ നടുവിലക്കണ്ടി ഭഗവതി ക്ഷേത്രം. അവിടെ ഒന്ന് ഉത്സവമാണ്, 5 ദിവസത്തെ ഉത്സവമായിരുന്നു. 5-ാമത്തെ ദിവസമാണെന്ന്. അങ്ങനെ രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയി. ഇനി അമ്പലത്തിൽ നിന്ന് ഉച്ചക്കത്തെ ചോറ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുള്ളൂ. ഈ അമ്പലത്തിൽ കൊടിയേറി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഉള്ള എല്ലാവരും അമ്പലത്തിൽ നിന്ന് 5 ദിവസത്തെ അന്നദാനത്തിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. അടിപൊളി ഭക്ഷണമായിരുന്നു. സാമ്പാറും ചോറും രസവും പായസവും പറയുമ്പോൾ തന്നെ കൊതിയാവുന്നു. അതങ്ങനെയാണല്ലോ, അമ്പലത്തിലെ ഭക്ഷണം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അത് അവിടെ മാത്രം കിട്ടുന്നതാണ്. എന്തായാലും അതിനൊരു രുചി വേറെ തന്നെ. അങ്ങനെ ഭക്ഷണം കഴിച്ച് വേഗം വീട്ടിൽ പോകാൻ കാരണം ഒരു വരവ് പോകാനുണ്ട്, താലപ്പൊലി വരവ്. ഇതിവിടെയുള്ളൊരു ചടങ്ങോട്ടേക്ക് പോകുന്ന കൊലകളൊക്കെ കൊണ്ടുപോകുന്നത്. ഉത്സവത്തിൻ്റെ അന്ന് അമ്പലത്തിൻ്റെ അടുത്തുള്ള വീടുകളിൽ നിന്ന് വെട്ടുന്ന കൊലകളാണ് അതൊക്കെ. വരവ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ആഡംബര കാര്യങ്ങളൊന്നുമില്ല, താലപ്പൊലി മാത്രമായിട്ട് പോകുന്നതാണ്. പക്ഷെ ഒരുപാട് സ്ത്രീകളായിരുന്നു ഇതിലുണ്ടായിരുന്നത്. ഈ വരവ് അമ്പലത്തിലെത്തുന്നതിന് മുന്നേ നമുക്ക് കുളിച്ച് മാറ്റി അമ്പലത്തിലേക്ക് പോകണം. അങ്ങനെ വിചാരിച്ച ഭക്ഷണം കഴിച്ച് വേഗം വീട്ടിലേക്ക് വന്നു. പക്ഷേ വന്ന ക്ഷീണം, കഴിച്ച ക്ഷീണം ഒക്കെപ്പാടായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. പിന്നെ ഒരു ഓട്ടപ്പാച്ചിൽ വരുന്ന വേഗം കുളി എങ്ങനെ അവിടെ എത്തണം എന്നുള്ള ചിന്തയായിട്ട് അങ്ങനെ എല്ലാവരും കൂടെ വേഗം അമ്പലത്തിലേക്ക് കുളിച്ച് മാറ്റി പോവുകയാണ്. ഫസ്റ്റ് സീറ്റ് പിടിച്ചാലേ നമുക്ക് തിരയൊക്കെ നന്നായിട്ട് കാണാൻ കഴിയുള്ളൂ. നല്ല തിരക്കായിരിക്കും. ഇരിക്കാനോ നിന്നാൽ നിന്നും കൊണ്ട് തന്നെ, ഇരുന്നും കൊണ്ട് തന്നെ, അങ്ങനത്തെ അവസ്ഥയിലായിരിക്കും. നീച്ച് പോയാൽ കസേര പോയി, അങ്ങനത്തെ അവസ്ഥ. അവിടെ ചെന്നപ്പോൾ വെള്ളാട്ടമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഗുളികൻ തിറയായി. പിന്നെ ഗുരു വന്ന്, ഗുരുവിൻ്റെത് തുടങ്ങുന്ന അപ്പോൾ തന്നെ നമുക്ക് കാണാം. ഇതിൽ തന്നെ വീഡിയോയിൽ കാണാൻ പറ്റുന്നില്ലേ ഇത് കത്തിക്കുന്നത്. അതാദ്യം തിരുമേനി വന്ന് കത്തിക്കുകയാട്ടോ ചെയ്യുക. എന്നിട്ട് പിന്നെ ചെറിയൊരു കർപ്പൂരം കത്തിച്ചിടുന്നതിന്ന് വരുന്ന തീന്നാണ് ഇങ്ങനെ കൂട്ടി വെച്ച് ഇത്രയും നന്നായിട്ടത് കത്തുന്നത്. ഇത് കത്തി കനലായെന്നാണ് തിറയും കോമരങ്ങളൊക്കെ വന്ന് തട്ടിത്തെറിപ്പിക്കുന്നത്. സമയം ഇപ്പോൾ ഏകദേശം ഒരു 1 മണി 2 മണി ആയിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോഴാണ് ഭഗവതി തിറ, പ്രധാനപ്പെട്ട തിറയാണ്. ഇത് കാണാനാണ് ഇത്രയും തിരക്ക്. ഇത്രയും ആൾക്കാർ അവിടെ വന്ന് കൂടിയിരിക്കുന്ന ഈ തിറ കാണാൻ വേണ്ടി. അമ്മ ഇട്ടിരിക്കുന്ന ഈ പൂമാലകളൊക്കെ ഓരോരുത്തർ വഴിപാടായിട്ട് കൊടുത്തതാണ്. നമ്മുടെ കാര്യസാധ്യം കഴിഞ്ഞാൽ പൂമാല അല്ല, ഞോട്ടുമാല, പിന്നെ എല്ലാതും ഉണ്ട്, കൊടി, പട്ട്, അങ്ങനെ കുറേ ഒരുപാട് നമ്മൾ എന്താണോ പറയുന്നത് അത് നമ്മൾ അമ്മയ്ക്ക് സമർപ്പിക്കുക. അതാണ്. അമ്മേൻ്റെ കണ്ടാട്ടം കൂടെ കഴിഞ്ഞാൽ പിന്നെ ഭഗവതി തിറ കഴിഞ്ഞ് ഇനി അടുത്ത കൊല്ലത്തിനായിട്ട് കാത്തിരിക്കുക. ദേവി അനുഗ്രഹിച്ച് നമുക്ക് അടുത്ത കൊല്ലം ഇതുപോലെ തന്നെ ഉത്സവം ഒന്നിച്ച് ആഘോഷിക്കാൻ പറ്റട്ടെ.